കുട്ടികളുടെ ഇടയിലെ കുറ്റകൃത്യങ്ങളും കുറ്റവാസനകളും ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ടൊക്കെയാണ് നമ്മൾ വാർത്തകളിലൊക്കെ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഇതിനൊക്കെ വളരാനും പിന്നെ മറ്റുള്ള അനുകൂല സാഹചര്യങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. മാത്രമല്ല, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പ്രചരിപ്പിക്കാനും ഇതൊക്കെ ഭയങ്കര വാർത്തകളാക്കാനും ഒക്കെയുള്ള സാധ്യതകളും കൂടെ കൂടിയതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ അങ്ങ് ഭയങ്കരമാണ് എന്നൊക്കെ നമ്മളങ്ങ് അറിയാതെ മനസ്സിലാക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. പൊതുവേ സമൂഹത്തിൻ്റെ മാനസിക വൈകാരിക ആരോഗ്യം കുറഞ്ഞു വരുന്നു, കുട്ടികളുടെ ഒക്കെ ഒരു സമഗ്രമായ വളർച്ച കുറഞ്ഞു വരുന്നു. അതിനനുസരിച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രധാന കാരണം കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണ്. കുടുംബങ്ങളുടെ ക്വാളിറ്റികൾ കുറയുന്നു. മാതാപിതാക്കൾക്ക് സമയമില്ല, മാതാപിതാക്കൾക്ക് ഈ കാര്യത്തിലൊന്നും ഉള്ള പരിജ്ഞാനമില്ല, അവരെ ഒന്നും ഗൈഡ് ചെയ്യാൻ ആൾക്കാരില്ല. ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ തകർച്ച, ആത്മീയ രംഗത്തിൻ്റെ തകർച്ച, സമൂഹത്തിലെ എല്ലാ ശ്രേണികളിലെയും മൂല്യത്തിൻ്റെ തകർച്ച, ഇതെല്ലാം കുട്ടികളുടെ മോശമായ അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട്. അല്ല, ഇത് നമുക്കൊരു ഒറ്റമൂല്യമൊന്നുമില്ല. സമഗ്രമായ ഒരു പ്രവർത്തനം കുടുംബങ്ങളിലും ഉണ്ടാവണം, സ്കൂളുകളിലും ഉണ്ടാവണം, സമൂഹത്തിലും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോയിലൂടെ ഞാൻ ഇതിനെപ്പറ്റിയുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി വരുമ്പോൾ മനുഷ്യന് പെട്ടെന്ന് എല്ലാത്തിനും പരിഹാരമായിട്ട് കുറേ വീഡിയോസും ചർച്ചകളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. അങ്ങനെയുള്ള ഈ ലക്ഷണങ്ങളെ ക്രമീകരിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതിൻ്റെ കാരണങ്ങളെ പിഴുതെറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനുഷ്യനിൽ തന്നെ നല്ല അവബോധമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യൻ, അവനിൽ നിന്നുണ്ടാകുന്ന കുടുംബം, അവരിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം സമഗ്രമായിരിക്കും, പരിരക്ഷയായിരിക്കും, നശിച്ചു പോകത്തില്ല. എത്രയോ കുട്ടികൾ വളരെ ഭംഗിയായി ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നു. ഇതേ കുട്ടികൾ തന്നെയാണ് ഒരു സൈഡിൽ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും രാഷ്ട്രീയത്തിൻ്റെ കറക്ഷന് വേണ്ടിയും ഒക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളിൽ വലിയ പ്രതീക്ഷയും വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേ സമയത്ത് തന്നെ കുറച്ച് കുട്ടികൾ വളരെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ അവിടെ നമുക്ക് എന്ത് കറക്ഷനാണ് വരുത്താൻ പറ്റുന്നത്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ഒരു ചർച്ചകളൊക്കെ കൂടുതൽ സമൂഹത്തിൽ നിലയുറപ്പിക്കാനും ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും കൈകൾ ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുവന്നാലേ നമുക്കിതിനൊക്കെ എതിരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കണം, എല്ലാവരും ഇതൊക്കെ ചർച്ച ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ ഈ വീഡിയോയ്ക്ക് എഴുതണം. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കുട്ടികളിൽ കുറ്റവാസനകൾ കൂടുന്ന ചില വാർത്തകളൊക്കെ വരുമ്പോൾ വലിയ വൈകാരികമായി എല്ലാവരും അതിനോട് പ്രതികരിക്കുകയും പെട്ടെന്ന് തന്നെ അതിനെതിരെ നമ്മൾ വിധി പ്രസ്താവിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ അടുത്തിടയിൽ 13 വയസ്സുള്ളൊരു കുട്ടി ഒരു കുറ്റകൃത്യം ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി വീഡിയോസും ഒത്തിരി ചർച്ചകളും ഒക്കെ കണ്ടു. അത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നമ്മൾ ഒരു മെറ്റീരിയലിസവും കൺസ്യൂമറിസവും ഒക്കെ ആയിട്ട് കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. കുറേ കാലമായിട്ട് നമ്മൾ ഈ ചന്തയിൽപ്പെട്ട് കിടക്കുകയാണ്. കുറച്ചുകൂടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കുടുംബം, ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വന്ന വിള്ളലുകളൊക്കെയാണ് ഇതിന് പരിണിത ഫലമായി നമ്മൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ കൂട്ടി വായിക്കേണ്ടതായിട്ട് വരും. ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ കണ്ട പല കുട്ടികളിലെയും കുറ്റവാസനകളുള്ള കുട്ടികളെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവരുടെയൊക്കെ വീട്ടിലെ പശ്ചാത്തലം തന്നെ വളരെ പ്രോബ്ലം ഉള്ളതാണ്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് കേട്ടോ, നല്ല അടി കൊടുത്താൽ എല്ലാം ശരിയാവും, പണ്ട് കാലത്തെല്ലാം ശരിയായിരുന്നു. ഒന്നുമല്ല. ഇപ്പോൾ എൻ്റെയൊക്കെ കാലത്ത് ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാനും സ്റ്റോറിയാക്കാനും ചർച്ച ചെയ്യാനും ഒന്നും പറ്റുന്ന അന്തരീക്ഷങ്ങൾ അന്നില്ലായിരുന്നു. അതൊക്കെ കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, കുട്ടികളുമായിട്ടൊരു ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രൈമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ അതാത് സ്ഥലത്ത് ഉള്ള ഇമ്മീഡിയറ്റ് ആൾക്കാർ അറിയുമെന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഇതിനൊരു അഡ്വർടൈസ്മെൻറ്റ് വാല്യൂ ഒരു ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ആഘോഷിക്കുകയൊന്നും ചെയ്യുമായിരുന്നില്ല. അന്നത്തെ കാലത്തും ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്ന് പ്രധാനമായിട്ട് ഇത്രയൊന്നും സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് സാഹചര്യങ്ങൾ കുറേ കൂടെ
അനുകൂലമായിട്ടുണ്ട്. അതൊക്കെ കാലാകാലങ്ങളിൽ സമൂഹത്തിൽ വന്ന മാറ്റത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. അപ്പോൾ അല്ലാതെ ഇതെല്ലാം ഇപ്പോൾ അങ്ങോട്ടുണ്ടായതാണ്, പണ്ടെല്ലാം ഓക്കെ ആയിരുന്നു എന്നൊന്നും പറയുന്നതിനകത്ത് അർത്ഥമില്ല. പിന്നെ ഈ അടി കൊടുത്ത് വളർത്തി ഈ പറയുന്ന കുട്ടികളെയൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ അകാരണമായി ശിക്ഷിക്കുകയും ബോധമില്ലാതെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഈ അടുത്ത കാലത്തുള്ള പല കേസുകളും എടുത്തു നോക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെയൊക്കെ മാനസികാരോഗ്യം തന്നെ വളരെ വൈകല്യം പിടിച്ചതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള മാതാപിതാക്കൾ അവർ വളരെ മോശമായ രീതിയിൽ കുട്ടികളെ ചെറിയ പ്രായത്തിലൊക്കെ വളർത്തുകയും ധാരാളം ആക്രമിക്കുകയും പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ അവർക്ക് മാതാപിതാക്കൾക്ക് നടക്കേണ്ടത് കൊണ്ട് കുട്ടികളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയും പാമ്പർ ചെയ്യുകയും ഒക്കെ ചെയ്ത് അവരുടെ കാര്യത്തിൽ സാധ്യതയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്നൊരു പെൺകുട്ടിയാണ്. ഞാൻ അവളുമായിട്ട് അടുത്ത് ഇടപഴകിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളുടെ അമ്മയ്ക്ക് വേറെ വഴിവിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് അപ്പനറിയരുത്, അപ്പൻ ഗൾഫിലാണ്. അപ്പോൾ അതിനുവേണ്ടി മോളെ ഇങ്ങനെ പാമ്പർ ചെയ്ത് എല്ലാം സാധിച്ചു കൊടുത്തൊക്കെ കൊണ്ടുവന്നു. പിന്നീട് മോള് ആ രീതിയിലേക്ക് മാറി. അപ്പോഴത്തേക്ക് അമ്മ വയലൻ്റ് ആകുന്നു. അപ്പോൾ പക്ഷെ പ്രശ്നമെല്ലാം അടിസ്ഥാനപരമായിട്ട് അവിടെ കുടുംബജീവിതത്തിൻ്റെ മൂല്യങ്ങളെല്ലാം തകർത്ത് മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു. അപ്പൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനാണെങ്കിൽ യാതൊരു മാനസിക പിന്നെ ആരോഗ്യമുള്ള ഒരാളല്ല. അയാൾ അതിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത് വേറൊരു രോഗാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ എവിടെയും കുഴപ്പങ്ങളുള്ള കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ അവരുടെ കുടുംബ അന്തരീക്ഷത്തിലും അതിൻ്റെ പശ്ചാത്തലത്തിലും അവർ വളർന്നു വന്ന സംസ്കാരത്തിലും മൂല്യങ്ങളിലും ഒക്കെ വലിയ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളെല്ലാത്തിനും കയറി ഇതാണ് ഇതിനെല്ലാം ഉള്ള പരിഹാരം, അതാണ് പരിഹാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളിൽ കുറ്റവാസനകൾ വളരാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് മാതാപിതാക്കളിൽ ഇനി എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പോലും ആ തുടക്ക സമയത്തൊക്കെ പിന്നെ വല്യച്ഛൻ, കൊച്ചച്ഛൻ, അമ്മാവൻ, കുഞ്ഞമ്മ, ഇങ്ങനെയൊക്കെയുള്ള അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ. എനിക്കറിയാം, ഈ അടുത്തിടയിലൊരു പെൺകുട്ടിയാണ്, അവളുടെ അമ്മയുടെ അനിയത്തിയാണ് എന്നെ വിളിച്ചു, സാറേ ഈ മോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ്, എന്താണ് ചെയ്യാൻ കഴിയുന്നത്. അവർ വളരെ എഫേർട്ടിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ശ്രമിക്കുന്നു. വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്കറിയാവുന്ന അച്ഛനില്ലാത്ത ഒരു കുട്ടിയുണ്ട്. അവൻ്റെ ആ ടീനേജ് സമയത്തൊക്കെ ഞാൻ ധാരാളം സമയം അവനോടൊപ്പം ചിലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം. എനിക്ക് പലപ്പോഴും അറിയാം ഒരു അച്ഛനെയാണ് എന്നിൽ അവൻ അന്വേഷിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അവനിലൊരു നല്ല രൂപാന്തരം ഉണ്ടാവുകയും നല്ല ഇരുത്തം വരികയും വളരെ പക്വതയോടുകൂടി പെരുമാറുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത് മിടുക്കനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾ കൊണ്ട്, കുടുംബങ്ങൾ കൊണ്ട്, അതെല്ലാം വളരെ പ്രധാനമായ കാര്യമാണ്. ഇനി അത് കഴിഞ്ഞാൽ സ്കൂള് വളരെ വലിയൊരു റോള് വഹിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂളെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല. പല കുട്ടികളും ചില ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് തന്നെ പറയുമായിരുന്നു, അവളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഉള്ളൊരു കുട്ടിയെ നേരത്തെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ചോദിക്കുന്നു ഇവൻ എങ്ങനെയുണ്ട്. അപ്പോൾ അവൾ തന്നെ പറയുന്നു അവനൊരു കുഴപ്പമില്ല, ഈസ് എ വെരി നോർമൽ ബോയ്. അത് കേട്ടോണ്ട് അവനവിടെ നിൽക്കുകയാണ്. അവനും അത് സന്തോഷിക്കുന്നുണ്ട്. കാരണം അവൻ്റെ പ്രശ്നങ്ങൾ മാറി. കാരണം അവനെ മനസ്സിലാക്കി അവനോട് ഇടപെട്ടപ്പോൾ തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ വലിയ മാറ്റങ്ങൾ വരുന്നു. അവൻ കുറേ കൂടി കംഫോർട്ടബിൾ ആകുന്നു, അവന് കുറച്ചുകൂടെ പോസിറ്റീവ് ആകുന്നു. ഈ വ്യത്യാസത്തിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കാനൊക്കെ അധ്യാപകർക്ക് കഴിയണം. സ്കൂൾ സിസ്റ്റത്തിൽ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കുട്ടികളെ കണ്ടെത്താനും അവരെ കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ വളർച്ചാ ആവശ്യങ്ങൾ തിരിച്ചറിയാനും അവരെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങൾ സ്കൂൾ അന്തരീക്ഷത്തിലുണ്ടാകണം. ഇനി മൊത്തമായിട്ട് സൊസൈറ്റിക്ക് ഒരു വലിയ റോളുണ്ട്. ഈ മതങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നിർത്തിയിട്ട് കുറേയൊക്കെ അവനവൻ്റെ മതത്തിലൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഒരു ജൈവത ഉറപ്പുവരുത്താൻ, അവരിലെ ഒരു നല്ല വളർച്ചയും രൂപാന്തരം ഉറപ്പുവരുത്താനൊക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. രാഷ്ട്രീയ പാർട്ടികൾക്ക്, സാമൂഹിക സംഘടനകൾക്ക്, പ്രത്യേകിച്ച് ഞാൻ ഈ ഓണസമയമൊക്കെ നോക്കുകയാണ്, എല്ലാവരും കുറേ കച്ചവടത്തിനകത്ത് പെട്ട് കിടക്കുകയാണ്. കുറേ സാധനങ്ങൾ വാങ്ങിക്കുക, കുറേ വലിയ പരിപാടികളൊക്കെ നടത്തുക, കുറേ പണമൊക്കെ അടിച്ച് പൊട്ടിച്ച് കളയുക. ഇതിനതീതമായിട്ട് എന്തെങ്കിലും ആ സമൂഹത്തിലൊരു സാംസ്കാരികമായൊരു മാറ്റം വരുത്തണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു സാംസ്കാരികമായ നല്ലൊരു പ്രവർത്തകൻ തന്നെ എന്നോട് പറഞ്ഞു, സാറേ ഒരു ടോക്കിന് എന്നെ വിളിച്ചാണ്, പക്ഷേ അവരൊക്കെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ ഒരു സംഭാഷണത്തിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല.
ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം അങ്ങനെയാണ് നമ്മൾ വലിയ പാട്ടും ഡാൻസും കളികളും ഇതിനൊക്കെ മാത്രം എൻ്റർടൈൻമെൻറ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുട്ടികളിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് തോന്നുന്നവർ, തിരിച്ചറിയുന്നവർ ആദ്യം ചെയ്യേണ്ടത് നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ റെസിഡൻറ്റ് അസോസിയേഷനുകൾ ഇന്ന് ധാരാളമായിട്ട് റെസിഡൻറ്റ് അസോസിയേഷനുകളുണ്ട്. ഒരു 2-3 മാസം കൂടുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഗുണമേന്മയുള്ള ഒരു മാറ്റത്തിന് വേണ്ടി എന്ത് പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പ്രവർത്തനങ്ങളും ഇല്ല. എനിക്കൊന്ന് കുടുംബത്തിൻ്റെ ഒരു പങ്ക് വളരെ പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം സ്നേഹവും സുരക്ഷിതത്വവും ഉള്ള ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് ഉറപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്ന് കുടുംബ ബന്ധങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പലപ്പോഴും പ്രശ്നങ്ങളെല്ലാം മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, മെൻ്റൽ ഇമോഷണൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇതൊന്നും ശരിയായ രീതിയിൽ പരിഹരിക്കാനോ ആരുടെയെങ്കിലും നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാനോ ഗൈഡൻസ് എടുക്കാനോ ഒന്നും മാതാപിതാക്കൾ ശ്രമിക്കാതെ വന്നിട്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതം വളരെ അലങ്കോലപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇച്ചിരി മുമ്പാണ് ഒരു ഗ്രാൻഡ് മദർ എന്നെ വിളിച്ചു, സാറേ എൻ്റെ മോള് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും എല്ലാം ഭയങ്കരമായ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്, അവളൊരു ഭ്രാന്തിയെ പോലെയാണ് കുട്ടികളോട് ഇടപെടുന്നത്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഗ്രാൻഡ് പേരൻ്റ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചത് എത്ര കാലമായി? 6-7 വർഷമായി. 6-7 വർഷമായിട്ട് ഇതെല്ലാം മൂടി വെച്ച്, അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ വെച്ച് മറ്റാരും ഇടപെടുത്താതെ അപ്പോൾ ആ കുട്ടികളൊക്കെ വളരെ കുഴപ്പം പിടിച്ച നിലയിലേക്ക്, ആ കുട്ടികൾ, ആ ഒരു മോനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും വെളിയിൽ നടക്കുകയാണ്, അവന് കൂട്ടുകെട്ടെല്ലാം വെളിയിലാണ്. ഇനി എന്തൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന് മാത്രമേ. ഒരു മോളാണെങ്കിൽ അവൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു രോഗാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ തലമുറകൾ നശിക്കുകയാണ്. ഒരു തലമുറ കറക്റ്റ് ആവുന്നതിന് അടുത്ത തലമുറ. ഇപ്പോൾ കുറച്ചുകൂടെ സ്നേഹവും സുരക്ഷിതത്വവും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനത്തെ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു പ്രോബ്ലവും ഇല്ല. അതാണ് പ്രധാനമായിട്ട്. ഒരു അടിയോ തല്ലോ വഴക്കോ ഒന്നുമല്ല പ്രശ്നം. കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷിതത്വവും കിട്ടിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് വരുന്നതും വളരെ ശാന്തതയുള്ളതും സന്തോഷമുള്ളതും സ്നേഹമുള്ളതും എമ്പതറ്റിക്കായിട്ടുള്ളതുമായ പ്രതിഫലനങ്ങളായിരിക്കും. അവിടെ ഒരു കുഴപ്പമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കുട്ടികൾക്ക് കുഴപ്പമുണ്ട്. അത് ഇപ്പം മാത്രമല്ല, പണ്ടുമുണ്ട്. പിന്നെ അതിൻ്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് സ്നേഹവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷമുള്ള ഭവനങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പണ്ടൊക്കെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എല്ലാവർക്കും കിട്ടിയിരുന്നു. അയൽപക്കത്തുള്ളവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നു. മതങ്ങൾക്കൊക്കെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇപ്പം ചുമ്മാ ചീപ്പായിട്ടുള്ള കുറേ ഈ പിന്നെ നിലവാരമില്ലാത്ത കുറേ ആൾക്കാരൊക്കെയാണ് ഇതിനകത്തൊക്കെ വന്ന് പെടുന്നത്. വേറൊന്നും മാതൃകയുടെ പ്രശ്നമാണ്. എന്ത് കണ്ടിട്ടാണ് കുഞ്ഞുങ്ങളിൽ ഓരോ ചിന്തകളൊക്കെ വളരേണ്ടത്? കുട്ടികളിലൊക്കെ ഈ സാധനങ്ങളെക്കുറിച്ചാണ്. അവർ സാധനങ്ങളെയാണ് സ്നേഹിക്കുന്നത്, മനുഷ്യനെ അല്ല. കാരണം അവർ കാണുന്നത് സാധനങ്ങളെയും പണത്തെയും മാത്രം ഇഷ്ടപ്പെടുന്നൊരു ലോകം. അത് കണ്ടാണ് അവർ വളർന്നു വരുന്നത്. എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ട് സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കാൻ, കുട്ടികളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ, അവരോട് കളിക്കാൻ, അവർക്ക് കുറേ കൂടെ ആനന്ദവും സന്തോഷവും കിട്ടുന്ന രീതിയിൽ കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നല്ല മാതൃകകൾ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ അവർക്കും തോന്നും. നമ്മളുടെ ജീവിതത്തിൻ്റെ മാതൃക ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ നമ്മൾ തന്നെ നിയമം അനുസരിക്കുന്നവരാണോ? നമ്മൾ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണോ? നമ്മൾ തന്നെ നമ്മുടെ അയൽപക്കത്തെയും സമൂഹത്തെയൊക്കെ ബഹുമാനിക്കുന്നവരാണോ? നമ്മുടെ തന്നെ പ്രകൃതം എങ്ങനെയാണ്? കുട്ടികൾ ഒരു തെറ്റ് സ്കൂളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ആ ടീച്ചറിനോടൊരു സോറി മാതാപിതാക്കൾക്ക് പോലും പറയാം. ടീച്ചറെ സോറി, ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു, ഇതൊക്കെ എത്ര ഉന്നതമായ, അതേസമയം വളരെ ചീപ്പായിട്ടുള്ള മനുഷ്യരായിട്ടാണ് പലരെയും കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കേൾക്കായിരുന്നു, ഒരു ബാങ്കിൽ അവർ ഓണാഘോഷത്തിന് വേണ്ടി ഒരല്പം ഭക്ഷണം അവരൊരുമിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ബാങ്കിലെ ജീവനക്കാരാണ്.
പണമുള്ള ഒരു മനുഷ്യൻ അവിടെ ഒന്ന് രണ്ട് പേര് ഉച്ചയ്ക്ക് വന്നു. ആ സമയത്ത് അവരെ കഴിക്കാൻ പോലും വിടാതെ അവർ പറഞ്ഞു, സാർ ഒരു അരമണിക്കൂർ ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വന്നോട്ടെ എന്ന് പറയുമ്പോൾ അതിന് പോലും വിടാതെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് നീയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇതാണ് ഒരാളുടെ ഡയലോഗ്. ഒരു 2 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരാളുടെ ഡയലോഗാണ്. അപ്പോൾ ഇവന് ഈ പണമല്ലാതെ യാതൊരു സംസ്കാരവും ഇല്ല. നമുക്ക് എല്ലാവർക്കും വേണം. പക്ഷെ മറ്റുള്ളവരെയും കൂടെ ഒന്ന് കരുതാൻ. ഒരു ബാങ്കാണ്, അവരും ജീവനക്കാരാണ്. അരമണിക്കൂർ അവരൊന്ന് ആഹാരം കഴിച്ചിട്ട് വരാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ അവരുടെ ആ സന്തോഷത്തിൽ ഒരു കല്ലുകടിയായിട്ട് നമ്മൾ മാറില്ല. ഇവനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവനൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ നന്നാവുക? അപ്പോൾ നമ്മളൊരു കസ്റ്റമറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, നമ്മൾ രാജാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങ് അമിതമായി ആർമാദിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ അമിതമായി പിടിച്ചടക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷവും മറ്റുള്ളവരുടെ സാവകാശവും മറ്റുള്ളവരുടെ ഒരു അല്പം നല്ല സമയമൊക്കെ നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഒരു വളരെ വൈകൃതമാണ്. അതൊക്കെ വെറും നിലവാരം കുറഞ്ഞ ജീവിതങ്ങളുടെ പ്രത്യേകതയാണ്. ഞാനൊക്കെ ഏത് ഓഫീസിൽ ചെന്നാലും അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ ഗോ ആൻഡ് സിറ്റ് ആൻഡ് വെയിറ്റ്. അതിൻ്റെ പേരാണ് സംസ്കാരം. ഇത്രയും പ്രായമായിട്ടും എനിക്കൊന്ന് മാറിയിരിക്കാനും വെയിറ്റ് ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് മാതൃകയാണ് എൻ്റെ ചുറ്റുപാടുള്ള ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത്? ആ ബാങ്കിലെ ജീവനക്കാരെല്ലാം ചെറുപ്പക്കാരാണ്. ഇയാൾ എന്ത് മാതൃകയാണ് അവിടെ ഉള്ളവർക്ക് കൊടുത്തത്? ആ ചെറുപ്പക്കാരൊക്കെ നോക്കുമ്പോൾ ഇതുപോലുള്ള വെറും നികൃഷ്ടരായ മനുഷ്യർ, കുറച്ച് പണം ഉണ്ടെന്ന് പറഞ്ഞ്, പണമൊക്കെ ഏത് പട്ടിക്കും വരും. അതൊന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല. പണമുള്ളവനൊന്നും വലിയ ആൾക്കാരൊന്നും അല്ല. അതൊക്കെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി? അത് ചൊവ്വേ ഉണ്ടാക്കിയിരുന്നെങ്കിൽ തന്നെ സംസ്കാരം ഉണ്ടായേനെമായിരുന്നു. പണമൊക്കെ വേണം. അതിന് പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. എനിക്കിച്ചിരി പണം ഉണ്ടാവുകൊണ്ട് ഞാനാണ് രാജാവ് എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ അതൊരു വൈകല്യമാണ്. ഇതുപോലെയാണ് ഞാൻ പറഞ്ഞ, സമൂഹത്തിൽ എവിടെയും നമ്മൾ എന്തും വേണ്ടി റെസ്പെക്റ്റാണ്. ഇപ്പോൾ അയാളുടെ കൂടെ ഒരു കൊച്ചുകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കൊച്ചുകുട്ടി എന്ത് മാതൃകയാണ് കണ്ട് വളരുന്നത്. ഒരു അരമണിക്കൂറെന്നൊന്നും പറഞ്ഞാൽ ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പോട്ടെ, അങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലൈറ്റിന് പോകേണ്ട ഒരാളോ ഒക്കെ ആണെങ്കിൽ മനസ്സിലാക്കുക, ഇതൊന്നുമില്ല. ചൊറിയും കുത്തി ഇരിക്കുമ്പോൾ പോലും മറ്റുള്ളവൻ സന്തോഷിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊരു രോഗാവസ്ഥയാണ്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് ഭവനത്തിനുള്ളിലെ തുറന്ന ആശയവിനിമയം. കുട്ടികളുമായിട്ട് ആശയവിനിമയം ചെയ്യാൻ ഒരു സമയവും ആരും കണ്ടെത്തുന്നില്ല. കഴിഞ്ഞ ദിവസം ബാങ്കിൽ ജോലിയുള്ളൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചു, മോന് ഈയിടെയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നു, എന്താണ് സാർ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ, ബാങ്കിൻ്റെ ആ പീക്ക് ഡേയ്സൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വലിയ തിരക്കില്ലാത്ത സമയത്ത് 2-3 ദിവസം ലീവൊക്കെ എടുത്ത് അവനോടൊപ്പം ഒന്ന് കൂടുതൽ സഞ്ചരിക്കുക, അവനെ ഒന്ന് പിടികിട്ടാനായിട്ട് കൂടുതലൊന്ന് അവനുമായിട്ട് അടുക്കുക, അവനുമായിട്ട് കൂടുതൽ സംസാരിക്കുക, അവന് കുറച്ച് നല്ല എൻഗേജ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക, അവൻ്റെ ലൈഫ് ഒരു താളത്തിലേക്ക് കൊണ്ടുവരിക. എന്താണ് അവന് വന്നിരിക്കുന്ന ഡിസോർഡർ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നി. ശരിയാണ് സാർ, ഞാൻ ശരിക്കും അവനെ കുറച്ച് കാലമായി അവനെ ഒരു പിടുത്തം കിട്ടിയിട്ട് അവനെ ശ്രദ്ധിക്കാൻ അധികം പറ്റുന്നില്ല. അവനുമായിട്ട് അവനെ പല ജോലിയിലൊക്കെ ഒന്ന് ഇടപെടുത്തുക, അവൻ്റെ സഹായം നമുക്ക് വേണമെന്നൊക്കെ അവനെ ഒന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ കൂടുതൽ അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. പറ്റുമെങ്കിൽ അവനോടൊപ്പം ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്യുക, അവന് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അവൻ്റെ മനോവ്യാപാരങ്ങളെ അറിയുക. അവൻ്റെ ഈ ടീനേജിൽ അവനെന്തെങ്കിലും പ്രത്യേകമായ നീഡ്സ് ഉണ്ടോ, അവനെന്തെങ്കിലും മാനസികമായ അസ്വസ്ഥതകളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടോ, വൈകാരികമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കൂട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പുറത്തെന്തെങ്കിലും ഇൻഫ്ലുവൻസിൽ പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ നമ്മൾ ശ്രമിക്കുക. അത്തരത്തിലുള്ള ആശയവിനിമയങ്ങളൊക്കെ തുടക്കത്തിലേ ഉണ്ടായാൽ വലിയ ദുരന്തങ്ങളിലേക്കൊന്നും പോകില്ല. ഇത് കൊച്ചു കുറ്റവാസനകളും കൊച്ചു പ്രശ്നങ്ങളും ഒക്കെ താലോലിച്ചാണ് നമ്മൾ വലിയ ക്രിമിനൽസിനെയൊക്കെ സൃഷ്ടിക്കുന്നത്. ആ കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇടപെടാനും മറ്റും ശ്രമിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അതിന് നമ്മൾക്ക് അത്തരത്തിലുള്ള ആശയവിനിമയം കുട്ടികളുമായിട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ സമയം കണ്ടെത്തുക. സിബിളിങ്സിനാവാം, പേരൻസിനാവാം. കുട്ടികളോട് ഇരുന്ന് സംസാരിക്കാനോ അവരെ ഒന്ന് മനസ്സിലാക്കാനോ അവരോടൊന്ന് അടുക്കാനോ ഒന്നും ആർക്കും സമയമില്ല. ക്വാളിറ്റി ടൈം ഒരു വളരെ പ്രധാനമായ കാര്യമാണ്. അല്ലാതെ നാട്ടിൽ കുറേ ക്രിമിനൽ കാര്യങ്ങളിലൊക്കെ കുട്ടികൾ വാർത്തകൾ വരുമ്പോൾ അതിനെല്ലാം ഉള്ള പരിഹാരം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ മടലും എടുത്തുകൊണ്ട് അടിക്കാനിറങ്ങുന്നതൊന്നും അല്ല. അത്തരത്തിലുള്ള ചിന്താഗതികളാണ് സമൂഹത്തിൽ മാറേണ്ടത്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് വ്യക്തമായ പരിധികൾ, ശരിയും തെറ്റും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, വ്യക്തമായ പരിധികൾ കാണിച്ചു കൊടുക്കുക, നിയമങ്ങളെ അനുസരിക്കാൻ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. സ്കൂളിലൊക്കെ നിയമങ്ങൾ അനുസരിക്കാത്ത കുട്ടികളെ
പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. കാരണം അത് നിയമമൊക്കെ അനുസരിക്കാതിരുന്ന എൻ്റെ മോൻ അതനുസരിക്കത്തില്ല, എന്തു ചെയ്യും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ മാതാപിതാക്കൾ തന്നെ വൈകല്യമാണ്. നമ്മൾ ഈ കുറ്റവാളികളായ കുഞ്ഞുങ്ങളെ കണ്ടെത്തുമ്പോൾ, അണ്ടർ ഏജ് ക്രൈമിലുള്ള കുട്ടികളെ പലപ്പോഴും കണ്ടെത്തുമ്പോൾ അവിടെയെല്ലാം അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളൊരു പേരൻറ്റിനെ നമുക്ക് കാണാൻ കഴിയും. ആ ഭവന അന്തരീക്ഷത്തിൽ തന്നെ അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. പല വീടുകളിലും ഒരു ഗൈഡൻസോ കൗൺസിലിങ്ങോ ഒരു ട്രീറ്റ്മെൻറ്റിനോ ഒന്നും പോകാതെ പല രോഗാവസ്ഥകളും ഒളിച്ചു വച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരാണ് മക്കളെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. വഴിവിട്ട ബന്ധങ്ങളും വഴിവിട്ട ജീവിത രീതിയും വഴിവിട്ട ബാധ്യവും ഒക്കെ സൃഷ്ടിക്കുന്ന ആൾക്കാരുടെ മക്കളിലൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുന്നത്. ഇത് പലപ്പോഴും എനിക്ക് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള പല കേസുകളിലും ഇടപെടുമ്പോൾ അതിൻ്റെ മുൻ തലമുറയിൽ തന്നെ അതിന് ആവശ്യത്തിനുള്ള തെളിവുകൾ അത് സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുട്ടികൾക്ക് പരിധികളൊക്കെ നമ്മൾ നിശ്ചയിച്ച് കൊടുക്കണമെങ്കിൽ ആ പരിധിക്കുള്ളിൽ നമ്മൾ നിൽക്കണം. ഇപ്പോൾ ഫോണിന് പരിധി, മാതാപിതാക്കൾ തന്നെ ഫോണിന് നിയന്ത്രണമില്ല. കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കൊണ്ടുവന്ന്, സാറേ അവന് ഭയങ്കരമായിട്ട് ഫോൺ അഡിക്റ്റാണ്. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് അതിൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നു, അപ്പൻ 2-3 സിനിമയാണ് ഒരു ദിവസം ഇരുന്ന് കാണുന്നത്, മുറി അടച്ചിട്ട്. അപ്പോൾ അപ്പൻ ഫുൾ ടൈം ഫോണിലിരിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധങ്ങളില്ല. ആരെങ്കിലും വീട്ടിൽ വന്നാൽ പോലും ഒന്ന് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് സംസാരിക്കാനോ ഇടപെടാനോ താല്പര്യമില്ല. അയാളിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മോൻ ഈ പ്രോബ്ലം ഉണ്ടാകുന്നതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുട്ടികളിൽ നല്ല പരിധികളൊക്കെ, ഒരു ബൗണ്ടറീസൊക്കെ നേരത്തെ തീരുമാനം, എന്തൊക്കെ ആയിക്കൂടെ, എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്, എന്തൊക്കെ കൊള്ളും, എന്തൊക്കെ നമ്മൾ തള്ളേണ്ടതാണ്, ഇതൊക്കെ ചെറിയ പ്രായം മുതലേ. അപ്പോൾ ചെറിയ പ്രായം മുതലേ ഓറിയൻറ്റ് ചെയ്ത് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. എങ്കിലും കുട്ടികളുടെ ഇടയിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. ഡീവിയേറ്റഡ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന കുട്ടികളുണ്ട്, അതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിന് ചിലപ്പോൾ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വൈകാരികമായ എന്തെങ്കിലും പ്രോബ്ലമാണോ, ബിഹേവിയറലായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആണോ, പേഴ്സണാലിറ്റി ഭാഗത്തുള്ള എന്തെങ്കിലും ഡിസോർഡറാണോ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണോ, അതൊക്കെ നമ്മൾ പരമാവധി പരിശ്രമിച്ച് കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പല കേസുകളും ഉണ്ടാകും. പക്ഷെ അതൊക്കെ ചെറിയ പ്രായത്തിലേ അത് കണ്ടെത്തുകയും ചെറിയ പ്രായത്തിൽ അത്തരം സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ അവിടെ തന്നെ അതിനുള്ള തിരുത്തലിനുള്ള സാഹചര്യങ്ങൾ, ചെറിയ പ്രായത്തിൽ ഇതിനെയെല്ലാം ന്യായീകരിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ചെറിയ പ്രായത്തിൽ കുട്ടികൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ എന്തോ വലിയ ഹീറോയൊക്കെ ആക്കി മാറ്റി പിന്നീട് വലിയ പ്രായത്തിലെത്തുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് വരുന്നു. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അവരുടെ ഓൺലൈനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇന്നാരും അത് ശ്രദ്ധിക്കുന്നില്ല. കൂട്ടുകാരെയൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൂട്ടുകാരെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ്, അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, ഏതുതരം കൂട്ടുകാരുമായിട്ടാണ് അവന് കൂടുതൽ അടുപ്പമുള്ളത്, അവരുടെയൊക്കെ സംസ്കാരം എന്താ, അവരുടെയൊക്കെ ഭവനങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. എവിടെയൊക്കെയാണ് കൂട്ടുകാർ വേണം. കൂട്ടുകാരുണ്ടാകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കൂട്ടുകാർ ധാരാളം ഉണ്ടായിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. സമൂഹമായിട്ടും മറ്റും കൂടുതൽ ഇടപെടുന്ന കുട്ടികളിൽ ഇതുപോലുള്ള ക്രിമിനൽ പ്രശ്നങ്ങളൊക്കെ കുറവാണ് സത്യത്തിൽ. അപ്പോൾ കൂട്ടുകെട്ടല്ല പ്രശ്നം, ആ കൂട്ടുകെട്ടിൻ്റെ നിലവാരം, ആ കൂട്ടുകെട്ടിനകത്ത് സംഭവിക്കുന്ന നെഗോഷിയേഷൻസ് എന്താണ്, ട്രാൻസാക്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ നിരന്തരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. തിരുത്തേണ്ടതൊക്കെ അതാത് സ്ഥലത്തിൽ തിരുത്തുകയും മാറ്റേണ്ടതൊക്കെ അതാത് സമയത്ത് മാറ്റുകയും ഒക്കെ ചെയ്താൽ നമുക്ക് കുഞ്ഞുങ്ങളെ നേടിയെടുക്കാൻ ഒരു പ്രശ്നമില്ല. ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടിയുമായിട്ട് അങ്ങ് വൈകാരികമായിട്ട് അടുത്ത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയി. ഇതിപ്പോൾ അന്നേരം തന്നെ പേരൻ്റ് അത് മനസ്സിലാക്കുന്നു. അന്നേരം മനസ്സിലാക്കിയതുകൊണ്ട് പ്രശ്നമില്ല. വേറൊരു കുട്ടിയുടെ കേസിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടോ ആ കുട്ടി വഴിതെറ്റിപ്പോയതും അതിനൊക്കെ വലിയ കുഴപ്പത്തിൽപ്പെട്ടതൊന്നും പേരൻ്റ് അറിഞ്ഞിട്ടേ ഇല്ല. അവസാനം മാറ്റാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് കുട്ടി ഭയങ്കര വയലൻ്റ് ആകുന്നു, ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. കാരണം മാസങ്ങൾ, ഒരുപക്ഷെ ഏകദേശം ഒരു വർഷത്തോളം വളരെ മോശപ്പെട്ട രീതിയിൽ പോവാണ്. ഞാൻ ഈ അടുത്തിടെ കണ്ട സ്ഥിരമായിട്ടൊരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. ഒരു ചെറുക്കൻ തോളെ കൈയിട്ടുകൊണ്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി സ്ഥിരമായിട്ട് തോളെ കൈയിട്ട് റോഡിൽ കൂടെ നടക്കുന്നുണ്ട്, ആ പേരൻ്റ് അത് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക്. നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയാണ് പോകുന്നത്, എതിലെയാണ് നടക്കുന്നത്, അവരുടെ കൂട്ടുകാരൊക്കെയാണ്,
അപ്പോൾ അത് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതൊക്കെ പരിഹരിക്കാൻ എളുപ്പമാണ്. പക്ഷേ അന്നേരം കണ്ടുപിടിക്കാതിരിക്കുകയും പിന്നീടത് വളരെ മോശപ്പെട്ട് ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ ബസ്സിലൊക്കെ കയറിയാണ് പോകുന്നതെങ്കിൽ വല്ലപ്പോഴുമൊക്കെ നമ്മളും ആ ബസ്സിലൊക്കെ പോയി എങ്ങനെയാണ് കുട്ടികളൊക്കെ പോകുന്നത്, എങ്ങനെയാണ് അവരുടെയൊക്കെ ജീവിതം, സ്കൂളിലൊക്കെ ഒന്ന് അന്വേഷിക്കുക, ചുറ്റുപാടിലൊക്കെ ഒന്ന് അന്വേഷിക്കുക, അവരുടെ ഫ്രണ്ട്സൊക്കെ ആരൊക്കെയാണെന്ന് അന്വേഷിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ ഓൺലൈനിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഈ ഓൺലൈനിൽ കുട്ടികൾ പല കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ ആ ഫോണിൻ്റെയൊക്കെ സബ്സ്ക്രൈബർ പേരൻ്റ് തന്നെ ആയിരിക്കും. പേരൻറ്റിൻ്റെ ഫോണോ പേരൻറ്റിൻ്റെ പേരിലെടുത്തൊരു ഫോണോ ഒക്കെ ആയിരിക്കും കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ അത് വെച്ച് മോശമായ എന്തെങ്കിലും കാര്യത്തിലൊക്കെ പെടുമ്പോൾ പേരൻറ്റും കൂടിയാണ് വലിയ അപകടത്തിൽ പെടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇപ്പോൾ കുട്ടികൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്ട്രിക്റ്റായിട്ട് നിയമ നടപടികൾക്കൊക്കെ വിധേയമായി നിൽക്കാനും കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും, അല്ലാതെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ആ കേസ് പിടിച്ചു കഴിയുമ്പോൾ ആ പിടിച്ച ആൾക്കാരാണ് കുഴപ്പക്കാരെന്ന രീതിയിലൊക്കെ പ്ലേറ്റ് തിരിക്കുന്ന മാതാപിതാക്കളൊക്കെയാണ് കുട്ടികളെ നശിപ്പിക്കുന്നത്. ചെറിയ ചെറിയ കുറ്റങ്ങളെ താലോലിച്ച് വലിയ വലിയ കുറ്റവാളികളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അതുപോലെ സ്കൂളുകൾക്ക് വലിയൊരു റോളുണ്ട്. സ്കൂളുകളുടെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത് ഒന്നാമത് ഈ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം സ്കൂളിൽ സൃഷ്ടിക്കുക. കുട്ടികളുമായിട്ട് ഈ വലിയ ഭയങ്കര സ്ട്രിക്റ്റും ഭയങ്കര അതോറിറ്റേറ്റീവായിട്ടുള്ള സ്കൂൾ സിസ്റ്റം അല്ല നമുക്ക് വേണ്ടത്. കുറച്ചുകൂടെ ഒരു ലിബറലായിട്ടുള്ള, കുട്ടികൾക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂൾ അന്തരീക്ഷമൊക്കെ വളരെ ആവശ്യമാണ്. ഈ പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ കുട്ടികളുമായിട്ടൊക്കെ ഇടപഴകാനായിട്ട്, ക്ലാസ് ടീച്ചറൊക്കെ കുറച്ചുകൂടെ ഇടപഴകാനൊക്കെ ശ്രമിക്കുക. ഓരോ കുട്ടികളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ കുട്ടികളും ഇപ്പോൾ പഠിത്തത്തിൽ ടോപ്പാകുന്ന, പഠിത്തം എന്ന് പറയുന്ന ഒരു സിംഗിൾ അജണ്ടയിലല്ല സ്കൂൾസ് ഫങ്ഷൻ ചെയ്യേണ്ട. ആ കുട്ടികളുടെ ക്യാരക്ടർ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു സംസ്കാരം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ കുറേ കൂടെ ബെറ്റർ ആക്കാൻ. ഇപ്പോൾ സ്കൂളിൽ തന്നെ ഒരു മോശപ്പെട്ട കാര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കുട്ടികളൊരു വളരെ ഡിസിപ്ലിൻഡ് അല്ലാത്തൊരു കാര്യത്തിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, അവിടെ പിന്നെ പെൺകുട്ടികളെക്കുറിച്ച് മോശപ്പെട്ട വീഡിയോ ആൺകുട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് അത് സ്കൂളുകാർ തന്നെ അതിനെ എങ്ങനെയെങ്കിലും പൊതിഞ്ഞ് ആരും അറിയാതെ ഒക്കെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അവിടെ ആ ക്ലാസ്സിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുറേ കുട്ടികൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാറ്റങ്ങളാണ് അവിടെ വരുത്താൻ പറ്റുന്നത്? എന്താണ് ആ കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ നീഡ്, എന്താണ് ആ കുട്ടികളുടെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള നീഡ്? അപ്പോൾ അവിടെ നമ്മൾ ചില ശക്തമായ ഇടപെടലുകൾ നടത്തുകയും, അവിടുത്തെ ആ പേരൻസിന് എന്ത് ഗൈഡൻസാണ് കൊടുക്കേണ്ടത്, ആ കുട്ടികൾക്ക് എങ്ങനെയാണ് അവരെ റിഫോം ചെയ്ത് കൊണ്ടുവരുന്നത്, ഇതിനൊക്കെ നമ്മൾ ശക്തമായ ഇടപെടലുകളാണ് ആവശ്യം. അല്ല അതിൻ്റെ പുറത്തോട്ടൊരു ബ്ലാങ്കറ്റ് ഇട്ടത് മൂടി വയ്ക്കാനല്ല ശ്രമിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുക. സ്കൂളിന് വലിയൊരു റോളുണ്ട് അത് കണ്ടുപിടിക്കുന്നതിൽ. കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ, ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പെരുമാറ്റപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരത്തെ കണ്ടെത്തുകയും മാതാപിതാക്കളുമായിട്ട് അത് ആശയവിനിമയം ചെയ്യുകയും അത് പരിഹരിക്കാൻ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം. ഇവിടെ ഒരു ബ്ലെയിം ഗെയിം അല്ല ആവശ്യം. ഇതിപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അതിന് സ്കൂളാണ് കാരണം, അല്ലെങ്കിൽ പേരൻ്റാണ്, ഇതല്ല അവിടുത്തെ വിഷയം. ഒരു കുട്ടിയുടെ പ്രശ്നം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. ആ കുട്ടിയെ എങ്ങനെ അതിൽ നിന്ന് റീഫോം ചെയ്ത് മിടുക്കനാക്കി മാറ്റാം, അതിനെ സ്റ്റാമ്പ് ചെയ്ത് അതിനെ ഏതോ ഒരു കുഴപ്പക്കാരനാക്കി മാറ്റുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. തെറ്റുകളുണ്ടെങ്കിൽ അതിന് ശിക്ഷാ നടപടികൾ എടുക്കുകയൊക്കെ ചെയ്യണം. അത് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മാതാപിതാക്കൾ സ്കൂൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ കൂടെ നിൽക്കണം. പിന്നെ പേരൻസിനെയും സ്കൂൾ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ കൗൺസിലിങ്, പേരൻസിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ ആവശ്യമാണ്. പലപ്പോഴും ഇത്തരം കുട്ടികളെ ഒന്നും കൈകാര്യം ചെയ്യാനുള്ള മാനസിക പക്വതയോ പരിശീലനമോ അധ്യാപകർക്കില്ല. അത് വലിയൊരു പ്രശ്നമാണ്. വേറൊന്ന്, പേരൻസ് ഇതിനുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരം ആവശ്യമുള്ള പേരൻസൊന്നും ട്രെയിനിങ്ങിന് വരാറില്ല. കമ്പൽസറി ആയിട്ട് എല്ലാ പേരൻസിനും പരിശീലനം വേണം. കുട്ടികൾക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് നല്ല ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കണം. ഇതൊക്കെ ഒരു പരിഷ്കൃത ലോകത്ത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ കാര്യങ്ങളാണ്. കുറേ ഗാഡ്ജറ്റുകളെല്ലാം മോഡേണായി, കാറ് മോഡേണായി, വീട് മോഡേണായി, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മോഡേൺ ആവണ്ടേ? ആധുനിക കാലത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആധുനികമായ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കണ്ടേ? അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിതമാകണം വിദ്യാഭ്യാസത്തിൽ കുറേ കച്ചവട കാര്യങ്ങൾ മാത്രമല്ല ഉണ്ടാവേണ്ടത്. കുറേ ഡോക്ടറാക്കുന്ന, എഞ്ചിനീയറാക്കുന്ന പരിപാടി മാത്രമല്ല വിദ്യാഭ്യാസത്തിൽ വരേണ്ടത്. വിദ്യാഭ്യാസത്തിൽ പ്രധാനമായും വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടിക്ക് മൂല്യങ്ങൾ കിട്ടണം, സംസ്കാരം കിട്ടണം, കാഴ്ചപ്പാട് കിട്ടണം. ആരാണൊരു മനുഷ്യൻ, ആരാണൊരു പുരുഷൻ, ആരാണൊരു സ്ത്രീ,
ഒരു ഒരു പൗരനാരാണ്, അവൻ്റെ കടമകൾ എന്തൊക്കെയാണ്. കുറേ സാധനങ്ങൾ വാങ്ങിക്കുകയും തിന്നുകയും ചെയ്യുന്നതല്ല ഒരു കുട്ടി. അതൊരു പട്ടിയും കുട്ടിയും തമ്മിൽ വ്യത്യാസം അവൻ അറിയണം. ആശയങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ ഉയർത്തണം. ആമാശയത്തിനകത്തിരിക്കുകയാണ് പല കുഞ്ഞുങ്ങളും. നമുക്ക് അവിടെ നിന്ന് അവരെ ആശയങ്ങളിലേക്ക് ഉയർത്തണം. ഒരു കുറച്ചുകൂടി ഉന്നതമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്നെങ്കിലും അവൻ തിരിച്ചറിയണം. ഒരു മൃഗതൃഷ്ണയിലേക്ക് മാത്രം ഒതുക്കി കളയാതെ അവിടുന്ന് കുറച്ചുകൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതുപോലെ സ്കൂളിൽ ഈ അക്കാഡമിക് കാര്യങ്ങൾ മാത്രം പ്രാധാന്യം കൊടുക്കാതെ കലാപരമായ കാര്യങ്ങൾ, സ്പോർട്സ്, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് കൂട്ടേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഡോക്ടറിനെയും എഞ്ചിനീയറിനെയും IAS സൃഷ്ടിക്കുക എന്നുള്ളതല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. നല്ലൊരു മനുഷ്യനിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഒരു സമൂഹത്തിന് വേണ്ട എല്ലാ ശ്രേണിയിലുമുള്ള ആൾക്കാരെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സ്ഥലമാണ് സ്കൂളെന്ന് പറയുന്നത്. അവിടെ കുറച്ച് ഡോക്ടറും എഞ്ചിനീയറും മാത്രം ഉണ്ടായാൽ പോരല്ലോ. നമുക്ക് സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ആവശ്യമാണ്. തൊഴിലാളികളുണ്ടാവണം, കർഷകരുണ്ടാവണം, പോലീസുകാരുണ്ടാവണം, പട്ടാളക്കാരുണ്ടാവണം. എല്ലാത്തരം ആൾക്കാരും നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ് രൂപപ്പെട്ടു വരേണ്ടത്. അപ്പം അതിന് കുട്ടികളെ കുറേ കൂടി സ്പോർട്സ്, ആർട്സ്, സാമൂഹികപരമായ കാര്യങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഇടപെടാനും അതൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വളരാനും അവസരങ്ങൾ കൊടുക്കണം. പ്രത്യേകിച്ച് സ്പോർട്സിലൊക്കെ നല്ലതായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ വിശാലമായൊരു കാഴ്ചപ്പാടുണ്ട്. കുറ്റവാസനകളൊക്കെ അവരിൽ കുറവായിരിക്കും. മറ്റുള്ളവരെ ഹാം ചെയ്യാനൊന്നും അവർക്ക് താല്പര്യം കാണത്തില്ല. സ്വാർത്ഥത അവർക്ക് കുറവായിരിക്കും. അതുപോലെയാണ് കലാപരമായ കാര്യങ്ങൾ, സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ. അപ്പോൾ അത്തരം തൃഷ്ണകളൊക്കെ കുറയുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ നന്മ സമൂഹത്തിൽ ചെയ്യാനും നല്ല കാര്യങ്ങളുടെ പേരിൽ കൈയടി വാങ്ങിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും സാധ്യതകളും ഒക്കെ അവർക്ക് വർദ്ധിക്കും. അങ്ങനെയാണ് കുറ്റവാസനകൾ നമ്മൾ സമൂഹത്തിൽ കുറച്ച് കൊണ്ടുവരേണ്ടത്. കുട്ടികൾക്കൊക്കെ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല. എല്ലാ കുട്ടികളും ഓടട്ടെ, എല്ലാ കുട്ടികളും കളിക്കട്ടെ, എല്ലാ കുട്ടികളും ഡാൻസ് ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ നോക്കുമ്പോൾ ഒരു 10% കുട്ടികളാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. ബാക്കി 90% ഒരു പ്രവർത്തനവും ഇല്ല. അവർ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യത്തിലും അവരെ വിടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് പോയാൽ ഫസ്റ്റ് കിട്ടത്തില്ല. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അവരെ എല്ലാത്തിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെയൊക്കെ ഇൻവോൾവ് ചെയ്യിക്കാനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കുട്ടികളെ കുറച്ചുകൂടെ ഒന്ന് എൻറിച്ച് ചെയ്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ ആവശ്യം. അതിനുവേണ്ടി ഈ സാമൂഹിക സംഘടനകളും ഒക്കെ ഈ ചുമ്മാതെ പല പരിപാടികളും ചെയ്യാതെ സ്കൂളുകളിലൊക്കെ പോയിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ സാമൂഹിക സംഘടനകൾക്കൊക്കെ ചെയ്യാൻ പറ്റും. മതപരമായ സംഘടനകൾക്കൊക്കെ അടുത്തടുത്ത പ്രദേശങ്ങളിലുള്ള സ്കൂളിലെ കുട്ടികളെ കുറച്ചുകൂടെ എൻറിച്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം അവസരങ്ങൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളിൽ അവരുടെ കാഴ്ചകളിലും ചിന്തകളിലും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി സ്കൂളും മാതാപിതാക്കളും തമ്മിൽ വലിയ ഒരു സഹകരണം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. പരസ്പരം പഴിചാരി നിൽക്കാനല്ല ശ്രമിക്കേണ്ടത്. സ്കൂളും പേരൻസും വളരെ ചേർന്ന് നിന്നുകൊണ്ട്, സമൂഹവും കൂടി അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട്, നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ക്രിമിനൽസ് ഉണ്ടാവരുത്, കുട്ടികൾക്കിടയിൽ നിന്ന് കുറ്റവാസനയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരരുത്, സമൂഹത്തിൽ വലിയ അപകടമായിരിക്കുന്ന ആളെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജയിലുകൾ നിറയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. സ്കൂളുകളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അൺഫോൾഡ് ചെയ്ത് വന്നാൽ ഇവിടെ ജയിലുകളൊക്കെ കുറയും. പക്ഷേ സ്കൂളുകൾ വളരെ പരിമിതമായ ഒരു അക്കാഡമിക്സിലേക്ക് മാത്രം ചുരുങ്ങുകയും ആ വിദ്യാർത്ഥി അധ്യാപക ബന്ധമൊക്കെ വളരെ ടിമിഡാകുകയും കുറേ ട്യൂഷനും കുറേ കോച്ചിങ്ങിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതെല്ലാം ചന്തയ്ക്ക് അനുകൂലമായി വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലേക്ക് വരുന്ന മനുഷ്യർ അവർ കുടുംബം എന്നതിന് പ്രാധാന്യം കൊടുക്കുക, ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾ എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. മറ്റ് കാര്യങ്ങൾ ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിലേക്ക് മാതാപിതാക്കൾ പോകുമ്പോഴാണ് കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുന്നത്. കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ കഴിയുന്ന വീടുകളിൽ ഇത്തരത്തിലുള്ള കുട്ടികളൊന്നും രൂപപ്പെടില്ല. അത് വലിയൊരു വാക്സിനേഷനാണ്, നല്ല കുടുംബജീവിതം. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ, എനിക്ക് തോന്നുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളൊക്കെ ഇനി കുടുംബങ്ങളെ ശാക്തീകരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് വരണം. കുടുംബങ്ങൾ എത്ര കണ്ട് ശക്തി പ്രാപിക്കുന്നോ അതിനനുസരിച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞു വരും. അപ്പം അതിനൊക്കെ ആയിട്ട് നമ്മൾ കൈകോർക്കണം. ഒരുപാട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ വർദ്ധിക്കണം. ഈ ചന്തയുടെ ഇടപാടുകൾ സമൂഹത്തിൽ കുറയ്ക്കണം. എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക്കും കൺസ്യൂമറിസവുമായിട്ട് മാറുകയാണ്. അതിന് തടയിടാൻ നമുക്ക് കഴിയണം. ലാഭക്കൊതിയുള്ള ഒരു വിഭാഗം എല്ലാത്തിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അതല്ല വേണ്ടത്. കുറച്ചുകൂടെ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ, കലയും സ്പോർട്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ കൂടി വരട്ടെ.
കുറച്ചുകൂടെ ബന്ധങ്ങളൊക്കെ കുറേ കൂടെ കൂടി വരട്ടെ. ഒരു അവധി ദിവസം കിട്ടുമ്പോൾ മാളിലേക്ക് പോകണോ അതോ ബന്ധു വീട്ടിലേക്ക് പോകണോ, അപ്പൂപ്പനെയും അമ്മൂമ്മയും കാണാൻ പോകണോ എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിൽ കുറച്ചുകൂടെ കൂടട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമുക്ക് കുറ്റവാളികളെ സൃഷ്ടിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ഒറ്റമൂലി പരിഹാരങ്ങളൊന്നുമില്ല. നല്ലൊരു സാംസ്കാരികമായ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുത്താൽ അത് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. വളരെ വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കാനും മോശമാക്കാനും ഒക്കെ ഒരുപാട് ഏജൻസികൾ ഇവിടെ സംഘടിച്ച് നിൽക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രവർത്തനം ഉയർന്നു നിന്നില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.